ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസയോഗത്തിലെ 58 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 59-ാമത്തെ ശ്ലോകം നോക്കാം. യദ്യഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അഹങ്കാരം ആശ്രിത്യ, അഹങ്കാരം കൊണ്ട്, ന യോത്സ്യേ ഞാൻ ഈ യുദ്ധം ചെയ്യുകയില്ല, ഇതി എന്ന്, യതി മന്യസേ നീ വിചാരിക്കുന്നുവെങ്കിൽ, തേ നിൻ്റെ, യേഷ വ്യവസായ ഈ നിശ്ചയം, ഈ തീരുമാനം, മിഥ്യ വെറും മിഥ്യയാണ്, വെറും തോന്നലാണ്. പ്രകൃതി നിൻ്റെ പ്രകൃതി അഥവാ നിൻ്റെ സ്വഭാവം, അതായത് ക്ഷത്രിയ സ്വഭാവം, ത്വാം നിന്നെക്കൊണ്ട്, നിയോക്ഷ്യതി അത് ചെയ്യിക്കും. ഇതാണ് ഭഗവാൻ പറയുന്നത്. അഹങ്കാരം കൊണ്ട്, ഞാനെന്ന ഭാവം കൊണ്ട് ഈ യുദ്ധം ഞാൻ ചെയ്യുകയില്ല എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ, ഈ തീരുമാനം, നിൻ്റെ ആ നിശ്ചയം വെറും തോന്നലാണ്. കാരണം നിൻ്റെ സ്വഭാവം, അതായത് ക്ഷത്രിയ സ്വഭാവം നിന്നെക്കൊണ്ട് ഈ യുദ്ധം ചെയ്യിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഭഗവാൻ പറയുന്നത്. നിൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ വാക്കുകൾ കേൾക്കാതെ ഞാൻ ഈ യുദ്ധം ചെയ്യില്ല എന്ന് നീ തീരുമാനിക്കുന്നുവെങ്കിൽ, അത് നിൻ്റെ തോന്നൽ മാത്രമാണ്. കാരണം നിനക്കങ്ങനെ തീരുമാനിക്കുവാൻ കഴിയില്ല. നിൻ്റെ ക്ഷത്രിയ ഭാവം നിന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കും. അധർമ്മം കണ്ടാൽ നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ല. അതാണ് ക്ഷത്രിയ ഭാവം. അതുകൊണ്ട് നീ വേണ്ട എന്ന് വിചാരിച്ചാലും നിൻ്റെ ഈ പ്രകൃതി, നിൻ്റെ ഈ ക്ഷത്രിയ ഭാവം നിന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കും. ആ സ്വാഭാവിക പ്രേരണയെ ചെറുക്കാൻ കഴിയാതെ നീ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ വാക്കുകൾ കേട്ട് കർത്തവ്യബുദ്ധിയോടെ സ്വധർമ്മമെന്ന് കരുതി നിസ്സംഗനായി യുദ്ധം ചെയ്താൽ അത് നിനക്ക് ബന്ധകാരണമാവുകയില്ല. അതിൻ്റെ കർമ്മഫലങ്ങൾ നിന്നെ പിന്തുടരുകയില്ല. അല്ലെങ്കിൽ നീ ചെയ്യുന്ന യുദ്ധം ഘോരകർമ്മമായി തീർന്ന് ബന്ധകാരണമായി നിനക്ക് ദുഃഖത്തെ വരുത്തി വയ്ക്കും. തൻ്റെ ആചാര്യനെയും പിതാമഹനെയും സോദരങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുന്നത് കൊണ്ട് ആ പാപഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അർജുനൻ ഭയപ്പെടുന്നു. താനാണത് ചെയ്യുന്നത് എന്ന മിഥ്യാഹങ്കാരം മൂലമാണ് അപ്രകാരം തോന്നുന്നത്. ആ ഭയമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ക്ഷത്രിയനെന്ന നിലയിൽ യുദ്ധം ചെയ്യാതിരിക്കാനുമാകില്ല. ഈ ഭയചിന്തയോടെ യുദ്ധം ചെയ്താൽ അത് ബന്ധകാരണമാകും, ദുഃഖകാരണമാകും. എന്നാൽ ഭഗവാന്റെ ഉപദേശം ഉൾക്കൊണ്ട് ഇതൊന്നും താനല്ല ചെയ്യുന്നത്, എല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്, താൻ ഭഗവാന്റെ കയ്യിലെ വെറും ഉപകരണം മാത്രമാണ് എന്ന ചിന്തയോടെ നിസ്സംഗമായി, ഫലത്തെപ്പറ്റി ഉള്ള ഉത്കണ്ഠയൊന്നും കൂടാതെ ഇത് ചെയ്യേണ്ടത് തൻ്റെ ധർമ്മമാണ് എന്ന ബോധ്യത്തിൽ നീ യുദ്ധം ചെയ്താൽ അത് നിനക്ക് മോക്ഷകാരണമാവുകയേ ഉള്ളൂ, ബന്ധകാരണമാവുകയില്ല. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.